You know what hurts the most? It is showing up every day, giving you 100%, staying committed to the process, doing the hard work, and still not getting any progress or breakthrough, feeling stuck in a place. ഒരു വലിയൊരു ലക്ഷ്യത്തിലേക്ക് പോകുന്ന വഴിക്ക് നമുക്കൊരു വലിയ താല്പര്യമില്ലാത്തൊരു ജോലി ചെയ്യേണ്ടി വന്നു. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ കുറേ നാൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കും, നമുക്കിത് റെപ്പറ്റേറ്റീവ് ആണ്, ബോറിംഗ് ആണ്. വി ഫീൽ ലൈക്ക് ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹെൽപ്പ് അവർ ഡ്രീംസ്. വി ഫീൽ ലൈക്ക് വി ആർ സ്റ്റക്ക് ഇൻ ദിസ്. സോ വി ഡോണ്ട് വാണ്ട് ടു ഡു ദാറ്റ്, ബട്ട് സ്റ്റിൽ വി ഡു ഇറ്റ് ബിക്കോസ് വി ഗോട്ട് പ്രോബ്ലംസ്. അങ്ങനെ പല കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഇഷ്ടമില്ലാത്ത പല കാര്യങ്ങളും നമ്മൾ ചെയ്യേണ്ടി വരും. ഇതിനെ നമുക്കൊരു ലൈഫിൻ്റെ ഒരു ട്രാൻസിഷൻ സ്റ്റേജ് എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നമ്മൾ നേരത്തെ എന്തായിരുന്നു, മുൻപ് എന്തായിരുന്നോ അതല്ല നമ്മൾ. പക്ഷേ നമുക്ക് എന്താവണോ അവിടെ നമ്മൾ എത്തിയിട്ടുമില്ല. അപ്പം ഇതിൻ്റെ രണ്ടിൻ്റെയും ഇടയിലുള്ളൊരു സ്റ്റേജാണിത്. ഇവിടെയാണ് നമ്മൾ ഏറ്റവും കൂടുതൽ ലോസ്റ്റ് ആവാൻ സാധ്യതയുള്ളത്. നമ്മുടെ ഇൻഡ്യൂഷൻസും പല ആവശ്യമില്ലാത്ത ഈഗോസും ആറ്റിറ്റ്യൂഡ്സും അങ്ങനെ പല സംഗതികളും തകർന്ന് തരിപ്പണാവുന്നൊരു സ്റ്റേജാണിത്. പക്ഷേ അതിൻ്റെ ഒരു കുഴപ്പം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻ ബിറ്റ്വീൻ സ്റ്റേജ് ഉണ്ടല്ലോ, ഇത് ഭയങ്കര ഒരു എംപ്റ്റിനെസ് ആണ് ഇവിടെ. അത് നമ്മൾ ഭയങ്കര ഫ്രസ്ട്രേറ്റഡ് ആവും, നമ്മൾ സാഡ് ആവും, നമുക്കൊരു എംപ്റ്റിനെസ് ആയിരിക്കും ഫീൽ ചെയ്യുക. ഓൾ ഡേ എവറി ഡേ വി ഫീൽ എംപ്റ്റി മോസ്റ്റ് ഓഫ് ദ ഡേയ്സ്, ആൻഡ് ഇറ്റ്സ് വെരി ഹാർഡ് ടു സർവൈവ് ദോസ് ഡേയ്സ്. നമുക്കറിയത്തില്ല നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ കറക്റ്റ് ആണോ, ഇതുകൊണ്ടൊക്കെ നമുക്ക് എന്തെങ്കിലും ഗുണം ഉണ്ടാവുമോ, ഇതൊന്നും നമുക്കറിയത്തില്ല. അപ്പോൾ നമ്മൾ മോസ്റ്റ് ഓഫ് ദ ഡേയ്സ് നമ്മൾ കൺഫ്യൂസ്ഡ് ആയിരിക്കും. പിന്നെ ഇതിൻ്റെ ഏറ്റവും ഒരു ഹാർഡസ്റ്റ് പാർട്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഏറ്റവും സർവൈവ് ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളത്, എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തിട്ടുള്ളത് ഐഡൻറ്റിറ്റി ക്രൈസിസ് ആണ്. അതൊരു സംഭവം തന്നെയാണ്. അതിലൂടെ ഈ കടന്നു പോയിട്ടുള്ളവർക്കേ അതിൻ്റെ ഒരു ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ. അവസാനം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കും, എന്തുകൊണ്ടാണ് നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവാത്തത്? വാട്ട് ഈസ് റോങ് വിത്ത് മീ? വൈ ആം ഐ നോട്ട് മൂവിങ് ഇൻ ലൈഫ്? ഇത് നമുക്ക് പലപ്പോഴും ഒരു റൊട്ടീനായിട്ടും എല്ലാ ദിവസങ്ങളും ഒരുപോലെ ആയിരിക്കും നമുക്ക് ഫീൽ ചെയ്യുന്നത്. ഈ കൈൻഡ് ഓഫ് ദിവസങ്ങളിൽ ഒരു ചേഞ്ച് ഉണ്ടാവില്ല. നമ്മൾ രാവിലെ എഴുന്നേൽക്കുന്നു, വർക്ക് ചെയ്യുന്നു, നമ്മൾ തിരിച്ച് പോകുന്നു, അടുത്ത ദിവസം പിന്നെയും പോകുന്നു, വർക്ക് ചെയ്യുന്നു, സെയിം കാര്യം തന്നെ ആയിരിക്കും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, ഒരു മാറ്റം ഉണ്ടാവില്ല. അപ്പോൾ നമ്മളിങ്ങനെ ഒരുപാട് നാൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് നമ്മൾ ആലോചിക്കും, ശരിക്കും ഇതാണോ ഞാൻ ആഗ്രഹിച്ച ലൈഫ്? ഇത് ശരിക്കും ഞാൻ എന്തിനാണിത് ചെയ്യുന്നത്? ഇതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാകുന്നില്ല, എൻ്റെ ഒരു ഡ്രീമിലേക്കൊന്നും ഇതൊരിക്കലും ഹെൽപ്പ് ചെയ്യുന്നില്ല, അപ്പം ഞാനിത് ചെയ്യേണ്ട ആവശ്യമില്ല. വൈ ആം ഐ വേസ്റ്റിംഗ് മൈ ടൈം എന്ന് നമ്മൾ ചിന്തിക്കും. പക്ഷേ നിങ്ങൾക്ക് അവിടെ എത്താൻ വേണ്ടിയിട്ട് നിങ്ങളെ ഷെയ്പ്പ് ചെയ്യുന്നതിൽ ഈ ഒരു കാലഘട്ടം ഒരു ഇമ്പോർട്ടൻറ്റ് പങ്ക് വഹിക്കുന്നുണ്ടെന്നുള്ളതാണ് വാസ്തവം. പല കാര്യങ്ങളുണ്ടാകും. ഇപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ആയിരിക്കും. നമ്മൾ നമ്മുടെ ബോസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, ക്ലയൻസായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം, കൊളീഗ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ഒരുപക്ഷെ നമ്മുടെ കമ്മ്യൂണിക്കേഷൻ സ്കിൽസ് ഇമ്പ്രൂവ് ആവുന്നുണ്ട്. പിന്നെ ടൈം മാനേജ്മെൻ്റ് ആയിരിക്കും. നമുക്കൊരു ടാസ്ക് ഇവൻ്റോ നമുക്ക് താല്പര്യമില്ലെങ്കിൽ പോലും നമുക്ക് സമയത്ത് തീർത്തു കൊടുക്കണമല്ലോ, അപ്പോൾ നമ്മൾ ടൈം മാനേജ് ചെയ്യാൻ പഠിക്കുന്നു. പിന്നെ പ്രോബ്ലം സോൾവിങ്, പല പ്രോബ്ലംസ് ഉണ്ടാകും. നമ്മളപ്പം നീഡ്സ് അനുസരിച്ച് നമ്മളിതെല്ലാം സോൾവ് ചെയ്യും. ഇറ്റ് ഈസ് ഓൾ ഗോയിങ് ടു ഹെൽപ്ഫുൾ ഇൻ എ ബെറ്റർ ഓപ്പർച്യൂണിറ്റി ലേറ്റർ ഇൻ ലൈഫ്. കാരണം ഈ സമയത്താണ് നമ്മുടെ ട്രൂ ക്യാരക്ടർ ഫോം ആകുന്നത്. ഇതൊരു പ്രോഗ്രസ് ഇല്ലാത്തൊരു സ്റ്റേജ് എന്ന് നമുക്കൊരിക്കലും പറയാൻ പറ്റില്ല. കാരണം ദ ഗ്രോത്ത് ഈസ് ദെയർ, ബട്ട് ഇറ്റ് ഈസ് അണ്ടർഗ്രൗണ്ട്, വി ക്യാനോട്ട് സീ ഇറ്റ്. പക്ഷേ ഈ കാര്യങ്ങളൊന്നും നമ്മൾ നോട്ടീസ് ചെയ്യില്ല. ഇതെല്ലാം പക്ഷേ സബ് കോൺഷ്യസ്ലി നടക്കുന്നുണ്ട്. നമുക്ക് അത് പിന്നെ ഭാവിയിൽ നമ്മളൊരു സിറ്റുവേഷനിൽ വരുമ്പോഴേ നമുക്കത് മനസ്സിലാവുള്ളൂ. എന്നെ ഇൻസ്പയർ ചെയ്തൊരു കോട്ടുണ്ട്, ദർ ഈസ് ലൈറ്റ് അറ്റ് ദ എൻഡ് ഓഫ് ദ ടണൽ. മേ ബി ഇറ്റ് ഈസ് ഡാർക്ക് നൗ, ബട്ട് വി കീപ് വാക്കിംഗ് ആൻഡ് വി വിൽ സീ ദ ലൈറ്റ്.